നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കൃഷ്ണമോള് വൈജയം കൊണ്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ മുറി ചെന്ന് കഴിഞ്ഞിട്ട് കൃഷ്ണമോള് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്ന സമയത്ത് വൈജ പറഞ്ഞു, എല്ലാത്തിനും കാരണം അവൾ ഒറ്റൊരുത്തിരി അലീന. ആ അലീന എന്ന് പറയുന്നുള്ള കാരണം അവൾ എന്ന് വലുതുകാലം വെച്ച് ഈ വീട്ടിലേക്ക് കയറിയോ അന്നത്തോടു കൂടി തകർന്ന ഈ കുടുംബം എന്ന് പറഞ്ഞു. കൃഷ്ണയ്ക്ക് സഹിച്ചില്ല അങ്ങോട്ടേക്ക്. കൃഷ്ണ തിരിഞ്ഞു വന്നു. എന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടോയെന്ന് ചോദിച്ചു. അമ്മ എന്തിനാ അലീന ചേച്ചി എപ്പോഴും കുറ്റപ്പെടുത്തുന്നേ? അലീന ചേച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ അമ്മയ്ക്ക് ഒരിക്കലും സ്വസ്ഥയ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. അമ്മയുടെ ഉള്ള സമാധാനം കൂടെ പോകത്തുള്ളൂ. ഇപ്പൊ ശരിക്കും അമ്മയാണ് ഇവിടെ ഒറ്റപ്പെടാനായിട്ട് പോകുന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജ പറഞ്ഞു, ഞാനോ? എടി, ഞാൻ അധിക ദിവസം ഈ വീട്ടിൽ നിൽക്കില്ല. ഗംഗേട്ടൻ പോയ ഉടനെ ഞാൻ വാടക വീട്ടിലേക്ക് മാറുമെന്ന് പറഞ്ഞു. അമ്മ പോയിക്കോ, അമ്മ ഇവിടെ ആര് തടയുന്നു? അമ്മയുടെ കൂടെ ആരും വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. നീ വരണ്ടീ, എൻ്റെ കൂടെ ബബിതയും രോഹിത്തും ഒക്കെ വന്നോളും. രോഹിത്തിന്റെ പനി കുറഞ്ഞുമ്പോൾ അവൻ വരും, പിന്നെ ബബിതയും വന്നോളും എന്ന് പറഞ്ഞു. ബബിതേച്ച് വരാനാ അമ്മയുടെ കൂടെ? നല്ല കഥയായി എൻ്റെ അമ്മേ. അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞു. തോന്നലോ? അതെ, ഇനിയിപ്പം ബബിതേച്ച് പോലും അമ്മയുടെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? എന്താന്നോ, ഇപ്പൊ ബബിതേച്ചിക്ക് ഉണ്ടല്ലോ അലീന ചേച്ചി ഭയങ്കര കാര്യമാന്ന് പറഞ്ഞു. മുമ്പത്തെ പോലൊന്നും അല്ല. അമ്മ അതൊന്നും മനസ്സിലാക്കാത്തോണ്ടാന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അവളെയും കൂടെ അവള് കൈയടക്കി വെച്ചിരിക്കുവല്ലേ, വസ്താക്കി വെച്ചിരിക്കുവല്ലേ എന്ന് ചോദിച്ചു. എന്തും മയക്കുമരുന്ന് കൊടുത്തിട്ടടിയെന്ന് ചോദിച്ചു. അമ്മേ, അത് അമ്മയ്ക്കില്ലാത്തൊരു സാധനം സ്നേഹോ പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അലീന ചേച്ചിക്ക് വേണ്ടുവോളം ഉണ്ട്. അല്ലെങ്കിൽ വെല്ലുവിളിച്ച് നടന്നിരുന്ന ആളായിരുന്നല്ലോ ബബിതേച്ചിയൊക്കെ. എന്നിട്ടിപ്പോൾ എന്തായി? അലീന ചേച്ചിക്ക് അത്രമാത്രം സ്നേഹം മറ്റുള്ളവരോട്. അപ്പോൾ ആ സ്നേഹം കണ്ടിരുന്ന് അടിക്കാനായിട്ട് അധികം നാളൊന്നും ഈ കുടുംബത്തിലുള്ളവർക്ക് പറ്റില്ലമ്മേ. പക്ഷെ അമ്മയ്ക്ക് മാത്രം അത് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കൃഷ്ണമോളം കൊണ്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വൈജയ്ക്ക്. ഈ സമയത്ത് രോഹിത്തിന് വേണ്ടുന്ന ധൈര്യവും കാര്യങ്ങളും കൊടുക്കുകയാണ് അലീന. അലീന പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോ, എന്ത് വന്നാലും ഞാനുണ്ട് കൂടെ. നിന്നെ ആരൊക്കെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഉപേക്ഷിക്കില്ല. കാരണം നിന്റെ കൂടപ്പുറപ്പല്ലേടാ ഞാൻ. എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കുറ്റപ്പെടുത്തുന്നവരൊക്കെ കുറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷേ എങ്കിൽ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. നീ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ മുടിയിഴകളിലൊക്കെ ഇങ്ങനെ തലോടുവാണ്. എന്തോ വല്ലാത്തൊരു ആശ്വാസമാണ് രോഹിത്തിന് തോന്നുന്നത്. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ വയ്യാതെ നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അടുത്തിരുന്നിട്ട് ഞാനുണ്ട് നിന്റെ കൂടെ, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് മെഡിസിനേക്കാളും കൂടുതൽ ഫലം ചെയ്യും. അത് അലീനയ്ക്ക് നന്നായിട്ടറിയാം. അവന് ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് കൈ പിടിച്ച് കൊണ്ടുവരണമെങ്കിൽ അവന് വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ എല്ലാവരും കൊടുക്കണം. എങ്കിലും അവന് പഴയപടി തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ മനസ്സാകെപ്പാടെ തകർന്നു പോകും. അലീന പറഞ്ഞു, ഇനിയിപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ആരും ഈ കുടുംബത്തിലുള്ള ആരും നിന്നെ ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് വേദനിപ്പിക്കാനും പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കണം, പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങണം. അച്ഛനും ഈ വീട്ടിലുള്ളവരൊന്നും നിന്റെ ശത്രുക്കളൊന്നും അല്ല, അറിയാലോ. അവരൊക്കെ നിന്റെ നല്ലതിന് വേണ്ടി തന്നെയാ. നീ ജയിലിലേക്ക് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ നടന്നൊക്കെ അറിയാവോ? എല്ലാവർക്കും എന്തൊരു വിഷമമായിരുന്നു അറിയാവോ? നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണ രോഹി, നിന്നെക്കൊണ്ട് അതിന് സാധിക്കും. പിന്നെ ഈ അസുഖങ്ങളൊക്കെ ഒന്ന് ഭേദമാവട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാവണമെന്ന് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ചിരിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തേലും കഴിക്കാൻ എടുത്തിട്ട് വരാം. മുമ്പേ കുടിച്ച് കഞ്ഞി മൊത്തം ഛർദ്ദിച്ച് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല രോഹിത്ത്. എന്താ വേണ്ട നിനക്ക്? ബ്രെഡും ചായയും കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അലീന ഇറങ്ങി അങ്ങോട്ട് പോവാണ് ബ്രെഡും ചായയൊക്കെ എടുക്കാനായിട്ട്. അപ്പോഴേക്കും കൃഷ്ണമോള് മുറിയിലേക്ക് വന്നു. കൃഷ്ണമോള് വന്ന് രോഹിത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഇപ്പോഴും എങ്ങനെയുണ്ട് രോഹിത്തേട്ടാന്ന് ചോദിച്ചു. കുറവുണ്ടെന്ന് പറഞ്ഞു. അലീന ചേച്ചി ഉള്ളതുകൊണ്ടാ, കണ്ടില്ലേ അലീന ചേച്ചി എത്ര നന്നായിട്ടാണ് രോഹിത്തേട്ടനെ കെയർ ചെയ്യുന്നേ. അത് കേട്ടപ്പം രോഹിത്തൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. രോഹിത്തേട്ടനോട് അത്ര സ്നേഹമുള്ളതുകൊണ്ടാ. ഒരു പക്ഷേ രോഹിത്തേട്ടൻ ഇപ്പം ഈ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ആരാന്നറിയാവോ? അലീന ചേച്ചിയാന്ന് പറയണേ. അവരോ? അതെ, അലീന ചേച്ചി തന്നെയാ കാരണക്കാരി. അതെങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ രോഹിത്തേട്ടന് ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാനൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോണിനകത്ത് വീഡിയോ കാണിച്ചു കൊടുക്കണം. അലീനയുടെ തലയിൽ ആ കോളനി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ അടുത്തുള്ളവരും അതുപോലെ തന്നെ സഹോദരന്മാരൊക്കെ തലയിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്നു. പിന്നെ തീപ്പെട്ടി കൊളുത്തുന്ന സമയത്ത് തീപ്പെട്ടി കത്താതെ വരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിത്ത് ഞെട്ടിപ്പോയി. കണ്ടില്ലേ, അലീന ചേച്ചിയെ തീ കൊളുത്തി കൊല്ലാനായിരുന്നു അവരുടെ ശ്രമം. കാരണം ഈ വീട്ടിൽ നിന്ന് അലീന ചേച്ചി അവിടേക്ക് പോയത്. അലീന ചേച്ചിക്ക് പക്ഷേ വാശിയായിരുന്നു എങ്ങനെയെങ്കിലും ആ ശരണ്യെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരണമെന്ന്. പിന്നീടാണ്
ആ ശരണ്യ അലിയനി ചേച്ചിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയണേ. രോഹിത്തേണ്ണ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. രോഹിത്തേണ്ണെ ആ ഹരിയേട്ടനും കൂട്ടനും ചേർന്ന് ബലമായിട്ട് ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നൊക്കെ, രോഹിത്തേണ്ണ തല്ലുമൊക്കെ ചെയ്യുന്നൊക്കെ എല്ലാ കാര്യങ്ങളും അലിയനി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരണ്യ. അപ്പോഴാണ് ഞങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അറിയണത്. ഒരുപക്ഷെ അലിയനി ചേച്ചിയുടെ ശരണ്യ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? അലിയനി ചേച്ചിയിലുള്ള ഒരു വിശ്വാസം. പിന്നെ തെറ്റ് ചെയ്യാത്ത ഒരാളെ ഒരിക്കലും എന്നുവെച്ചാലും ശിക്ഷിക്കാൻ പാടില്ലെന്നൊക്കെ അലിയനി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യക്ക് തോന്നി സത്യങ്ങളൊക്കെ പറയണമെന്ന്. അതുകൊണ്ടാണ് കോടതി വന്ന് അങ്ങനെ പറഞ്ഞേ. പിന്നെ ഈ പറയുന്ന ശരണ്യയോട് രോഹിത്തേണ്ട പേരും കൂടെ പറയാൻ പറഞ്ഞ് അവിടുത്തെ രാഷ്ട്രീയക്കാരും പിന്നെ പോലീസുകാരൊക്കെയാണ്. അതുകൊണ്ടാണ് രോഹിത്തേണ്ടെതിരെ അവരാദ്യം കള്ളമൊഴി പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ അലീന ചേച്ചി ചെന്നതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞതെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് രോഹിത്തേണ്ണ ഇവിടെ ഇരിക്കുന്നത്. രോഹിത്തേണ്ണെ രക്ഷപ്പെടുത്താനായിട്ട് അലീന ചേച്ചി സ്വന്തം ജീവൻ കൊടുക്കാൻ പോലെ തയ്യാറായി. അതറിയാവുമെന്ന് ചോദിച്ചു. രോഹിത്തേണ്ണ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇനിയെങ്കിലും രോഹിത്തേണ്ണ ഒരു കാര്യം മനസ്സിലാക്കണം. അലീന ചേച്ചി നമ്മുടെ ശത്രുവല്ല, മിത്രമാണ്, കൂടപ്പുറപ്പാണ്. കൂടപ്പുറപ്പായതുകൊണ്ടാണ് എത്ര സ്നേഹത്തോടു കൂടി നമ്മളെ ചേർത്ത് പിടിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹത്തിൻ്റെ ഒരു ഉപദേശം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത്തിനും ഭയങ്കര സന്തോഷമൊക്കെ ആയി. ഈ സമയത്ത് അലീന അവിടേക്ക് വരുന്നേ. അലീന വന്നിട്ട് രോഹിത്തിനോട് പറഞ്ഞു, അതേ വിശക്കാൻ തുടങ്ങിയില്ലേ, നമുക്ക് ചായയും ബ്രെഡും കഴിച്ചാലോ എന്ന് പറഞ്ഞു. പിന്നീട് രോഹിത്തിനെ എഴുന്നേച്ച് പതുക്കെ ആ കട്ടിലെ ക്രാസിലേക്ക് ചാരി ഇരുത്തുവാണ്. കൃഷ്ണമോളും കൂടെ സഹായിച്ചു. അപ്പോഴേക്കും ഭവിതയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഭവിത ഇങ്ങനെ അവിടെ ഒന്ന് നോക്കുവാണ്. പിന്നീട് അലീന എന്ത് ചെയ്തു, ചായക്കകത്തേക്ക് കുറേശ്ശെ ബ്രെഡ് മുക്കി അലീന അവന് വെച്ചു കൊടുക്കുക, വായിലേക്ക് വെച്ചു കൊടുക്കുക. ഒരു തടസ്സവും പറയാതെ മടിയും കൂടാതെ രോഹിത് അത് കഴിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി. കൃഷ്ണമോള് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. ഭവിത അതൊക്കെ കൺകുളറൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഭവിതയ്ക്കും ഭയങ്കര സന്തോഷമായി. തൻ്റെ സ്വന്തം കൂടപ്പുറപ്പായതുകൊണ്ടല്ലേ. ഒരു പക്ഷേ കൂടപ്പുറപ്പുകൾ പോലും ഇത്ര കാര്യമായിട്ട് സ്നേഹിക്കില്ല. താന് സ്വന്തം കൂടപ്പുറപ്പാണ്, എന്നിട്ട് തനിക്ക് പോലും രോഹിത്തേണ്ണ ഇങ്ങനെ നോക്കാനും ശുശ്രൂഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അലീന ചേച്ചി അങ്ങനെയല്ല. എത്ര സ്നേഹത്തോട് കൂടിയിട്ടാ, എത്ര കരുതലോട് കൂടിയിട്ടാ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഭവിത അതൊക്കെ കൺകുളറൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. ഈ സമയത്ത് കൃഷ്ണമോൾ ഓടി ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്താ മോളെ, ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ കയ്യിലേക്ക് പിടിച്ചു. അങ്ങനെ കയ്യിലേക്ക് പിടിച്ചിട്ട് രോഹിത്തിൻ്റെ മുറിയുടെ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. എന്താ കാര്യം നോക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലിയൻ സ്നേഹത്തോട് കൂടിയിട്ട് രോഹിത്തിന് വാരി കൊടുക്കുന്ന കാഴ്ച കണ്ടേ. ഇതോടെ കഴിക്കാനൊക്കെ പറഞ്ഞു. മതി ചേച്ചി എന്ന് പറഞ്ഞു. മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പം ചേച്ചി എന്നൊക്കെ വിളിക്കണേ. അലീനെ ഇതോടെ കഴിക്കണം, ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ശരീരം വീണു പോകുന്നു പറഞ്ഞു. അലീന ഇങ്ങനെ സ്നേഹത്തോടെ നിർബന്ധിക്കുമ്പോൾ രോഹത്തിന് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം അലീന ടവലെടുത്തിട്ട് അവൻ്റെ മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, അതെ ഇനി ക്ഷീണം ഉണ്ടെങ്കിൽ കിടന്നോളാൻ പറഞ്ഞു, ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേനും വരാട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെ അലീന മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ബാലേന്ദ്രൻ അലീനയെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ സമ്മതിച്ച് തന്നിരിക്കുന്നു പറഞ്ഞു. എന്താ അച്ഛാ, നീ അല്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെയൊന്നും നടക്കില്ല മോളെ. ശരിക്കും പറഞ്ഞാൽ നീ ഈ കുടുംബത്തെയാണ് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത്. എനിക്ക് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു രോഗത്തിൻ്റെ കാര്യത്തിൽ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛാ നമ്മൾ അവന് കൊടുക്കേണ്ട സ്നേഹം കൊടുത്താൽ മതി. അവന് കിട്ടാതെ പോയതും അതാണ്. അവന് താങ്ങും തള്ളുമായിട്ട് ഇരിക്കേണ്ട സമയത്ത് നമ്മളത് ചെയ്യണം. ഒരു പക്ഷേ അമ്മ കൊടുക്കേണ്ട സ്നേഹം അവന് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയായി തീർന്നേ. പിന്നീട് ഭവിതയോടും കൃഷ്ണമോളോടും ഒക്കെ പറഞ്ഞു, നിങ്ങൾ അവൻ്റെ അടുത്ത് ചെല്ലണം, ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് ഒരു തമാശകളൊക്കെ പറഞ്ഞ് പഴയതുപടി തന്നെ അവനെ ആക്കാൻ നോക്കണം. അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം. അവൻ ഒറ്റപ്പെടുന്നൊന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി പ്രശ്നങ്ങളേക്ക് വഴിതെളിക്കും. വീണ്ടും അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അലീന ചേച്ചി, രോഹിത്തേടെ നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു അലീനയ്ക്കും അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് ബബിതയെ പോയി ആഹാരം കഴിക്കാൻ, ബബിതയല്ല വൈജയെ പോയി ആഹാരം കഴിക്കാനായിട്ട് വിളിക്കുകയാണ്. വൈജ പറഞ്ഞു, എനിക്ക് വേണ്ട ഒന്നും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അമ്മ ആരോടാ ദേഷ്യം കാണിക്കുന്നേ, വേണമെങ്കിൽ വന്ന് കഴിക്കാൻ നോക്ക്, അല്ലാതെ വാശി പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മ വാശി ഇരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തന്നെ പോയി. ഇനിയിപ്പം അമ്മയെ ആരും ഇവിടെ മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിലും ഇപ്പം അലീന ചേച്ചി എല്ലാവർക്കും കാര്യമാണ്. എന്തിനേറെ പറയുന്നു, ഇത്രയും നാളും ദേഷ്യം കാണിച്ച് കൊടി പിടിച്ച് നടന്ന ബബിതേച്ചി പോലും അലീന ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങി.
അമ്മയ്ക്ക് ഇനി മര്യാദയ്ക്ക് ഇരിക്കുവാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിറുപുറത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വൈജയെ വിളിച്ചിട്ട് ചെന്താടി നീ എന്താടി പിറുപുറത്തോണ്ട് പോകുന്നത്, എന്തായാലും പറയണ്ടേ, മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വിശപ്പുണ്ട് വന്ന് കഴിക്കാൻ പറഞ്ഞ, അല്ലാതെ ഇനിയിപ്പോൾ അമ്മ ആരും ഊട്ടാനൊന്നും പോകുന്നൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് കൃഷ്ണമോൾ ഇറങ്ങിപ്പോയപ്പോൾ വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു ദേഷ്യമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ വിളിക്കുന്നുണ്ട് വൈജയെ ഇങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും വൈജ പരാതികളും പരിഭവങ്ങളും പറയണം. ഇവിടെ എനിക്ക് പരമാനന്ദ സുഖമാണല്ലോ, അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് പോയിരിക്കുന്നത്. എൻ്റെ മക്കൾ പോലും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുക. മക്കളോ? അതെ, ബബിതേ രോഹിത്തും ഒക്കെ തിരിഞ്ഞിരിക്കുക. ആർക്കും ഇപ്പം എന്നെ വേണ്ട. അവരുടെ അമ്മയാണിപ്പോൾ കുറ്റക്കാരി. ഒരുത്തിയുണ്ടല്ലോ ആ അഴിഞ്ഞാട്ടക്കാരി അലീന, അവളെ മതി എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, എൻ്റെ വൈജയെ നീ ആദ്യം നിന്റെ മനസ്സൊന്ന് ശരിയാക്കാൻ നോക്ക്. വെറുതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ. നിന്റെ കുട്ടികൾ പോലും ഇങ്ങനെ നിനക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? നിന്റെ സ്വഭാവം ശരിയല്ലെന്നല്ലോ ഉള്ളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറയുന്നുണ്ട്. ഒടുവിൽ അലീനയെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് കട്ടക്കലിപ്പായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.